ഹലോ ഗൈസ്, രാവിലെ 6 മണിക്കുള്ള ഫാൻ ഷോയ്ക്കാണ് ഞാൻ സിനിമ പോയി കണ്ടത്. തിയേറ്ററിലൊക്കെ ജനസാഗരമായിരുന്നു. രാവിലെ 4:30ക്ക് തന്നെ ടിക്കറ്റൊക്കെ കൊടുക്കൽ തുടങ്ങിയിരുന്നു. പിന്നെ സിനിമയ്ക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഫുള്ള് വിദേശ രാജ്യങ്ങളിലായിരുന്നു ഷൂട്ട്. വിദേശ രാജ്യങ്ങളിലത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഒരു റിച്ച്നെസ് ആണ് പടത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട്, അതായത് കേരളത്തിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫ്ലോ പേസിലാണ് കഥ നീങ്ങിയിരുന്നത്. ഈ അംഗങ്ങളൊക്കെ കേരളത്തിലെ മേജറായിട്ടുള്ള 3 രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ നല്ല കിഡിലൻ എൻട്രി, നല്ല നല്ല കിഡിലോസ്കി വെടിയും പുകയൊക്കെ ഇട്ട് ഇതുവരെ കിട്ടാനുള്ള ഏറ്റവും മികച്ച എൻട്രി ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞു. ലാലേട്ടൻ ഫസ്റ്റ് ഹാഫിൽ ഒരു 10-20 മിനിറ്റ് 15 മിനിറ്റ് എത്രയുടെ റോളുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫാണ് സിനിമേന്റെ നട്ടെല്ല് എന്ന് പറയാനുള്ളത്. സംഭവങ്ങളൊക്കെ നടക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ നല്ലൊരു കിഡിലും സെക്കൻഡ് എൻട്രി ഉണ്ടായിരുന്നു. ഒരു വൻ കാട്ടിൽ നല്ല മുണ്ടും മടക്കി കുത്തി ഒരു നല്ലൊരു അടി, തകർത്തൊരു അടി ഉണ്ടായിരുന്നു. അത് കാണാനൊക്കെ നല്ലൊരു വൈബ് ആയിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പടത്തിന്റെ പേസ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത സീനുകൾ വന്നിട്ട് അതിനെ റിക്കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ നമ്മളെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിൻ്റെതായിരുന്നു. ലാലേട്ടൻ ആരാ എന്താന്നുള്ളൊരു സംഭവങ്ങളൊന്നും ഇതുവരെ സിനിമയിൽ കാണിച്ചിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ നമുക്ക് വിചാരിച്ച സാധനം അവിടെ നിന്ന് കിട്ടും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേണമെങ്കിൽ ആ സീനുകൾ മാത്രം കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഒരു വട്ടം കൂടിയും പോയിട്ട് സിനിമ കാണാനുള്ള വകുപ്പുണ്ട്. അത്രയ്ക്ക് ഗംഭീരമായിട്ട് രണ്ടാളും ആ ഒരു 10-15 മിനിറ്റ് നല്ലൊരു ഓറ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി കിടിലൻ ആക്ഷൻ ചെയ്യുന്നു. അതൊക്കെ ഒരു ടോട്ടലി മൊത്തത്തിൽ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു ജംഗിൾ പുളിയായിരുന്നു ആ ഒരു സീനുകളൊക്കെ. ലാസ്റ്റ് പിന്നെ മൂന്നാം ഭാഗത്തേക്കുള്ള ഒരു മരുന്നിട്ട് വെച്ച് പോയിട്ടുണ്ട്. പിന്നെ അവസാനം ഒരു കമിയോ റോൾ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെന്താന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. നമ്മളറിയണ ഒരാളല്ല അത്, നമ്മളെ നാട്ടുകാരനല്ല. അങ്ങനെ പടം ടോട്ടലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലോ പേസിലാണ് സിനിമ പോകുന്നതെങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണ്ട ടൈമിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമ. അതായത് ലൂസിഫറിനെക്കാട്ടിലും നല്ല മാസ് സീനുകളും ആക്ഷൻ സീനുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു സ്ലോ പേസിൽ പോകുന്ന സിനിമ നല്ലൊരു വിഷ്വൽ ട്രീറ്റും അടിപൊളി ആക്ഷൻ സീൻസും കൊണ്ട് ഗംഭീരമാക്കിയൊരു പ്രൊഡക്റ്റ്. എന്തായാലും എമ്പുരാനെ കുറിച്ചിട്ടും സിനിമാ കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.